നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണി മുഴക്കിയത് ഹോർമുസ് കടലിടുക്ക് മൈനുകൾ കണ്ടെത്തി എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ. കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക. ഇറാൻ സ്ഥാപിക്കാൻ സാധ്യതയുള്ള മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം നടത്താനെത്തിയ ഇറാന്റെ 16 പടക്കപ്പലുകൾ US ആക്രമിച്ച് തകർത്തുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമിച്ചത് കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാനായി എത്തിയ കപ്പലുകളെന്ന് അമേരിക്ക. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡർ. ഇറാന്റെ നാവികശേഷിയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ തുടർന്ന് അമേരിക്ക. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധവിഷയത്തിൽ മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ് നൈജൽ ഫരാജ്. ഇറാനിൽ ഭരണകൂട മാറ്റം അനിവാര്യമാണ് എന്നും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക നടപടികൾക്ക് ബ്രിട്ടൻ ശക്തമായ പിന്തുണ നൽകണമെന്നും മുൻ നിലപാടിൽ മാറ്റം വരുത്തിയ റിഫോം UK നേതാവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച ഇറാൻ നയത്തെ ചുറ്റിപ്പറ്റി ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്ത് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി. ബ്രിട്ടൻ നേരിട്ട യുദ്ധത്തിൽ ഇടപെടരുതെന്ന് പുതിയ നിലപാടുമായി ഫരാജ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപത്തിൽ US പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത് ടെക്സാസിലെ ബ്രൗൺസ്വില്ലിൽ 50 വർഷത്തിനിടെ ആദ്യമായി US പുതിയ എണ്ണ ശുദ്ധീകരണശാല തുറക്കുന്നതിൽ അഭിമാനമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് നിക്ഷേപം നടത്തുന്നവർക്കും റിലയൻസിനും നന്ദി പറഞ്ഞ ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് US നിക്ഷേപത്തെക്കുറിച്ച് പ്രതികരിക്കാതെ റിലയൻസ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്കായി ഇറാനോട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ. അക്രമം തുടങ്ങിയവർ അവസാനിപ്പിക്കട്ടെ എന്ന് ഇറാൻ. സംഘർഷത്തിന് അയവില്ലാതെ പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ എണ്ണ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളും ബംഗ്ലാദേശിൽ കടുത്ത ഇന്ധന പ്രതിസന്ധി സൃഷ്ടിച്ചു. രാജ്യത്തെ എണ്ണ സംഭരണം ഉറപ്പുവരുത്തുവാനും ക്ഷാമം ഒഴിവാക്കാനുമായി ഇന്ത്യയോട് അധികമായി ഡീസൽ നൽകണമെന്ന് ബംഗ്ലാദേശ്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്ക് ഇന്ത്യ 50,000 മെട്രിക് ടൺ ഡീസൽ അധികമായി നൽകണമെന്നും ബംഗ്ലാദേശ്. ആവശ്യങ്ങൾ ഇന്ത്യ അനുഭാവപൂർവ്വം പരിഗണിക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കിയത് കേരളത്തെ അപമാനിക്കലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത യാഥാർത്ഥ്യമാകാൻ കേരള സർക്കാരിന് റോൾ ഇല്ല എന്ന് പ്രചരിപ്പിക്കാനാണ് എങ്കിൽ അത് വിജയിക്കില്ലെന്നും കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും മന്ത്രി. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം ഉണ്ടായില്ല എന്നും UDF കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് LDF സർക്കാർ നടപ്പിലാക്കിയതെന്നും മുഹമ്മദ് റിയാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമത്ത് വൈഷ്ണവ് സുരേഷിനെ പരിഗണിച്ച് കോൺഗ്രസ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, അരുവിക്കരയിൽ VS ശിവകുമാറും പരിഗണനയിൽ. നേമത്ത് നടക്കുക NDAയും LDFും തമ്മിലുള്ള അഭിമാന പോരാട്ടം. രാജീവ് ചന്ദ്രശേഖരനെയും V ശിവൻകുട്ടിയുമായിരിക്കും വൈഷ്ണവ് സുരേഷിന് നേരിടേണ്ടി വരിക. വാർത്തകൾ വിശദമായി. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധവിഷയത്തിൽ തന്റെ മുൻ നിലപാടിൽ നിന്നും നൈജൽ ഫരാജ് മലക്കം മറിഞ്ഞു. തുടക്കത്തിൽ ഇറാനിൽ ഭരണകൂട മാറ്റം അനിവാര്യമാണ് എന്നും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക നടപടികൾക്ക് ബ്രിട്ടൻ ശക്തമായ പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രിട്ടൻ നേരിട്ട യുദ്ധത്തിൽ ഇടപെടരുതെന്ന നിലപാടിലാണ് ഫരാജ് എത്തിയിരിക്കുന്നത്. സൈപ്രസിനെ പോലും നാം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു വിദേശ യുദ്ധത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണം. ഇതിനെതിരെ ലേബർ പാർട്ടി ഫരാജ് നിലപാട് മാറ്റിയതായി ആരോപിച്ചു. ഫരാജിന്റെ പാർട്ടി റിഫോം UKയിൽ തന്നെ വിഷയത്തിൽ വ്യക്തമായ ഭിന്നതകൾ പുറത്തു വന്നിട്ടുണ്ട്. പാർട്ടി ഉപനേതാവ് റിച്ചാർഡ് ടൈംസ് അമേരിക്കയും ഇസ്രയേലും ആവശ്യപ്പെട്ടാൽ ബ്രിട്ടൻ ഏത് രീതിയിലും സഹായിക്കേണ്ടതാണ് എന്ന കർശന നിലപാടിലാണ്. മറുവശത്ത് മുൻ കൺസർവേറ്റീവ് മന്ത്രി കൂടിയായ പാർട്ടിയുടെ ട്രഷറി വക്താവ് റോബർട്ട് ജെൻറിക് ദീർഘകാല യുദ്ധം, ഇന്ധനവില വർധനവ് പോലുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് കുടുംബങ്ങളെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഗ്രേറ്റർ ലിങ്കൺഷെയർ മേയർ ആൻഡ്രിയ ജെൻസ് ആവശ്യമായാൽ ബ്രിട്ടീഷ് സൈന്യം ഇറാനിൽ വിന്യസിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല എന്ന് വ്യക്തമാക്കി. അതേസമയം മുൻ ധനമന്ത്രി നാദിം സഹാവി അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും കൂടുതൽ ശക്തമായ പിന്തുണ നൽകണം എന്ന് അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച ഇറാൻ നയത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിലാണ് ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്തും അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുന്നത്. ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനങ്ങൾ എന്ന നയവുമായി ബന്ധപ്പെട്ട് ലണ്ടൻ ട്യൂബ് ഡ്രൈവർമാർ 12 ദിവസത്തേക്ക് പണിമുടക്കുമെന്ന് RMT യൂണിയൻ അറിയിച്ചു. തൊഴിലാളികൾ എതിർത്തിട്ടും ലണ്ടൻ ഭൂഗർഭ റെയിൽ അധികൃതർ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എന്നും യൂണിയൻ പ്രതിനിധി ആരോപിച്ചു. അതേസമയം ട്രെയിൻ ഡ്രൈവർമാരുടെ യൂണിയനായ ആസ്ലഫ് അധിക അവധി ദിനങ്ങൾ ലഭിക്കുന്ന ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരുന്നു.
ഷിഫ്റ്റുകളുടെ സമയദൈർഘ്യവും വർക്കിംഗ് ടൈം അറേഞ്ച്മെന്റുകളും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് RMT പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഡ്രൈവർമാരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. 1800ഓളം ട്യൂബ് ഡ്രൈവർമാർ തങ്ങളുടെ അംഗങ്ങളായി ഉണ്ട് എന്ന് RMT അവകാശപ്പെട്ടു. മൊത്തം ട്യൂബ് ഡ്രൈവർമാരുടെ 40 മുതൽ 50% വരെയും ഇത് വരും. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 6 സമരങ്ങളാണ് യൂണിയൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാർച്ച് 24, 26, ഏപ്രിൽ 21, 23, മെയ് 19, 21 എന്നീ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് പിറ്റേന്ന് ഉച്ചവരെ നീണ്ടു നിൽക്കും. ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ നൽകുന്ന iPad ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് തങ്ങളുടെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും യൂണിയൻ അറിയിച്ചു. അതേസമയം ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനങ്ങൾ എന്ന ആശയം തങ്ങൾ 1 വർഷം മുമ്പ് തന്നെ യൂണിയനുകളുമായി പങ്കുവച്ചിരുന്നതായും ട്രാഫിക് ഫോർ ലണ്ടൻ വക്താവ് അറിയിച്ചു. അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രാവർത്തികമാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. ബെൽജിയത്തിലേക്ക് പോകുന്നവരും അവിടെ നിന്ന് മടങ്ങുന്നവരും ശ്രദ്ധിക്കുക. റെയിൽ സർവീസിനും വിമാന സർവീസിനെയും സമരം ബാധിക്കാൻ ഇടയുള്ളതിനാൽ യാത്രാ തടസ്സം ഉണ്ടായേക്കും. റെയിൽ ജീവനക്കാർ ഇക്കഴിഞ്ഞ മാർച്ച് 8 ഞായറാഴ്ച മുതൽ തന്നെ സമരത്തിലാണ്. സർക്കാരിന്റെ തൊഴിൽ പെൻഷൻ നയങ്ങളിൽ പരിഷ്കരണങ്ങളോട് പ്രതിഷേധിച്ചാണ് സമരം. മാർച്ച് 11 വരെയാണ് ഈ സമരം തുടരുക. അതിനു പുറമെ വിമാന സർവീസുകളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഒരു ദേശീയ പണിമുടക്ക് വ്യാഴാഴ്ച, അതായത് മാർച്ച് 12 നടക്കും. രാജ്യവ്യാപകമായി തന്നെയാണ് റെയിൽ ജീവനക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരകാലത്ത് ദീർഘദൂര ട്രെയിൻ സർവീസുകൾ മുടങ്ങാതെ നടക്കുമെങ്കിലും പ്രാദേശിക സർവീസുകൾ പലതും റദ്ദു ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന മുന്നറിയിപ്പ്. റെയിൽ ഓപ്പറേറ്റർമാരായ SNCB പറയുന്നത് സമരകാലത്ത് ലഭ്യമായ ജീവനക്കാരെ ഉപയോഗിച്ച് പുതുക്കിയ ടൈം ടേബിളിന് ആസ്പദമാക്കി പരമാവധി സർവീസുകൾ നടത്താൻ ശ്രമിക്കും എന്നാണ്. അതിനിടയിൽ ബ്രസൽസിനും പാരീസിനും ഇടയിലുള്ള സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതായും യൂറോസ്റ്റാർ അറിയിച്ചു. വ്യാഴാഴ്ച ബ്രസൽസ് വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരും സമരത്തിലിറങ്ങിയിരുന്നു. അതിനാൽ തന്നെ യാത്രക്കാരുടെ സുരക്ഷ മാനിച്ച് വിമാന കമ്പനികളുമായി ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 12 ഇവിടെ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ വിമാനത്താവള അധികൃതർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് റെയിൽവേ സ്റ്റേഷനിൽ 17 വയസ്സുകാരനായ കുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയതിന് 50 വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 6 വൈകുന്നേരം 3:30ഓടെയാണ് സംഭവം നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് മറ്റൊരു വ്യക്തിയാണ് പോലീസിനെ അറിയിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവരം ലഭിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്റ്റേഷനിലെ ടോയ്ലറ്റ് ഭാഗം പോലീസ് വളഞ്ഞ് ഫോറൻസിക് പരിശോധനകളും തെളിവെടുപ്പും നടത്തി. ആക്രമണത്തിന് ഇരയായ കൗമാരക്കാരനെ സഹായിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് നിയോഗിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായ കാരണങ്ങളാൽ ബാലന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 50കാരനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടതായി പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കണ്ടെത്താൻ ശ്രമം പുരോഗമിക്കുകയാണെന്നും പോലീസ് വക്താവ് കൂട്ടിച്ചേർത്തു. സംഭവത്തെക്കുറിച്ച് വിവരമുള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഗായികയും ബിസിനസ്സുകാരിയുമായ റിഹാനയുടെ പേരിലുള്ള ചില പെർഫ്യൂമുകൾ UK വിപണിയിൽ നിന്നും പിൻവലിച്ചു. പ്രജനനശേഷി ബാധിക്കുവാനും ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുള്ള നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ പരിശോധിക്കുന്നതിൽ ബ്രിട്ടന്റെ ഓഫീസ് ഫോർ പ്രൊഡക്റ്റീവ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കിയ മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പെർഫ്യൂമുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചത്. കിസ് ബൈ റിഹാന, റീറി ബൈ റിഹാന, ഗോഡു ബൈ റിഹാന എന്നീ സുഗന്ധ വസ്തുക്കളിലാണ് ബ്യൂട്ടൈൻ, ഫിനൈൽ, മീഥൈൽ പ്രോപ്പിയോൺ, ഹൈഡ്രോക്സി X3, സൈക്ലോക്സിൻ, കാർബൺ ആൽഫൈഡ് എന്നീ രാസവസ്തുക്കൾ കണ്ടെത്തിയത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇവ പ്രജനന സംവിധാനത്തെ ബാധിക്കുവാനും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് അപകടം സൃഷ്ടിക്കുവാനും സാധ്യതയുള്ളവയാണ്. അതിനാൽ തന്നെ യൂറോപ്യൻ യൂണിയനും UK ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും 2022 മുതൽ ഈ ഘടകങ്ങൾ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. UK സേവേഴ്സ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സ്റ്റോറുകൾ വിൽപ്പന നടത്തിയിരുന്ന 15 മില്ലി വലിപ്പത്തിലുള്ള ചില ബാച്ചുകളിലാണ് പ്രധാനമായി പിൻവലിച്ചത്. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. സുപ്രധാനമായ ഈ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും സമാനതകളില്ലാത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയായിരുന്നു സന്ദേശം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മൈനുകൾ സ്ഥാപിക്കുകയോ അത് നീക്കം ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ
സമാനതകൾ ഇല്ലാതായിരിക്കുമെന്നും ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ഇറാൻ സ്ഥാപിക്കാൻ സാധ്യതയുള്ള മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന് തന്നെ ശരിയായ ചുവടുവയ്പാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണം നടത്താനെത്തിയ ഇറാന്റെ 16 പടക്കപ്പലുകൾ US ആക്രമിച്ച് തകർത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാനായി എത്തിയ കപ്പലുകളെയാണ് ആക്രമിച്ചതെന്ന് US വാദം. നശിപ്പിച്ചവരിൽ ഒന്നിലധികം ഇറാൻ നാവിക കപ്പലുകളും ഉണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മേഖലയിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ഇതുവരെ കാണാത്ത കടലാക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെയും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ട്രംപ് ഇറാനെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇറാന്റെ നാവികശേഷിയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ അമേരിക്ക തുടരുകയാണ്. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിൽ മൈൻ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപത്തിൽ US-ൽ പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 50 വർഷത്തിനിടെ US-ൽ ആദ്യമായി പുതിയ എണ്ണ ശുദ്ധീകരണശാല തുറക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ടെക്സസിലെ ബ്രൗൺസ്വില്ലിലാകും പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലും വലിയ നിക്ഷേപം നടത്തുന്നതിന് ഇന്ത്യയിലെ പങ്കാളികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഊർജ്ജ കമ്പനിയായ റിലയൻസിനും നന്ദിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക ഫസ്റ്റ് റിഫൈനിംഗ് എന്ന കമ്പനിക്ക് കീഴിലാണ് ടെക്സാസിൽ പുതിയ എണ്ണ ശുദ്ധീകരണശാല ആരംഭിക്കുന്നത്. 2024-ൽ ദിനം പ്രതി 1,60,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച അലൈൻമെന്റ് ഫ്യൂവൽസ് എന്ന പദ്ധതിയാണ് പുതിയ പേരിൽ വരുന്നതെന്നാണ് റിപ്പോർട്ട്. ഈ വർഷം 2ാം പാദത്തിൽ തന്നെ പുതിയ എണ്ണ ശുദ്ധീകരണശാലയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഇവിടെ നിന്നുള്ള ഇന്ധന വിൽപ്പനയ്ക്കായി 20 വർഷത്തെ കരാറിൽ ഇതിനോടകം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ കരാറിൽ റിലയൻസും ഭാഗമാണെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ചോ US-ലെ നിക്ഷേപത്തെക്കുറിച്ചോ റിലയൻസ് പ്രതിനിധികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.59 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 91.88 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 106.96 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.79 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം സാഹചര്യം നിലനിൽക്കെ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇറാനുമായി സംസാരിച്ചു. നിലവിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്നലെ വൈകുന്നേരം വിശദമായി സംസാരിച്ചു. ബന്ധം തുടരാൻ ഞങ്ങൾ സമ്മതിച്ചുവെന്നും വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം സംഘർഷത്തിന് ഒട്ടും അയവില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്കായി ഇറാനോട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ആവശ്യപ്പെട്ടു. ഇറാൻ ചർച്ചകളിൽ മടങ്ങി വരണമെന്നാണ് നാറ്റോ സഖ്യകക്ഷിയും മേഖലയിലെ പ്രധാന രാജ്യവുമായ തുർക്കിയുടെ ആവശ്യം. ഇറാന്റെ അഭ്യർത്ഥനയിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് തുർക്കി ആവശ്യം ഉന്നയിച്ചത്. തുർക്കിയെ ആക്രമിച്ച ആയുധം തങ്ങളുടേതല്ല എന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ ചർച്ചകളോട് അനുകൂലമായി ഇറാൻ പ്രതികരിച്ചിട്ടില്ല. റഷ്യയും ചൈനയും വെടിനിർത്തലിനായി സമീപിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അക്രമം തുടങ്ങിയവർ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാന്റെ നിലപാട്. സംഘർഷം ആഗോളതലത്തിൽ ബാധിച്ചതോടെ യൂറോപ്യൻ യൂണിയൻ വിളിച്ചു ചേർത്ത ചർച്ചയിൽ GCC രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, അർമേനിയ, അസർബൈജാൻ, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, ലെബൻ, സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങളും പങ്കെടുത്തു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളും ബംഗ്ലാദേശിനെ കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. രാജ്യത്തെ എണ്ണ സംഭരണം ഉറപ്പുവരുത്തുവാനും ക്ഷാമം ഒഴിവാക്കാനുമായി ഇന്ത്യയോട് അധികമായി ഡീസൽ നൽകണമെന്ന് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചു. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്ക് 50,000 മെട്രിക് ടൺ ഡീസൽ അധികമായി നൽകണമെന്നാണ് ബംഗ്ലാദേശ് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 9-ന് ബംഗ്ലാദേശ് ധനമന്ത്രി അമീർ ഹസ്രൂട്ട് മസൂദ് ചൌധരിയും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലവിൽ ഒരു ഡീസൽ വിതരണ കരാർ നിലനിൽക്കുന്നുണ്ട്. ഈ കരാറിന്റെ ഭാഗമായി അസമിലെ നുമാലി റിഫൈനറിൽ നിന്നും പൈപ്പ് ലൈൻ വഴി 5,000 മെട്രിക് ടൺ ഡീസൽ ബംഗ്ലാദേശിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി പൈപ്പ് ലൈൻ എന്നറിയപ്പെടുന്ന ഈ പൈപ്പ് ലൈൻ വഴി വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂരിലെ പർബതിപൂർ ഡിപ്പോയിലേക്കാണ് ഇന്ധനം എത്തുന്നത്. ഇന്ത്യൻ ഓയിൽ നിന്നും 30,000 മെട്രിക് ടൺ ഡീസൽ കൂടി അധികമായി വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു.
കരാർ അനുസരിച്ച് 6 മാസം കൂടി ഇന്ത്യ 90,000 ടൺ ഡീസലാണ് ബംഗ്ലാദേശിന് നൽകേണ്ടത്. എന്നാൽ ഇത് അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ നൽകണമെന്നാണ് ബംഗ്ലാദേശ് പെട്രോളിയം കോർപ്പറേഷന്റെ ആവശ്യം. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. 13 വർഷമായി കൃത്രിമമായി ജീവൻ നിലനിർത്തുന്ന ഹരീഷ് റാണയ്ക്ക് ഉപകരണങ്ങൾ മാറ്റി സ്വാഭാവിക മരണം അനുവദിക്കും. വൃദ്ധ മാതാപിതാക്കളുടെ ഹർജിയിലാണ് കോടതി അനുമതി നൽകിയത്. യന്ത്രസഹായത്തോടെ മാത്രം ജീവൻ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന ഡോക്ടർമാരുടെ അഭിപ്രായവും പരിഗണിച്ചു. ഹരീഷ് റാണയ്ക്ക് നൽകി വരുന്ന വെന്റിലേറ്റർ സഹായം പിൻവലിക്കണമെന്നും ഘട്ടം ഘട്ടമായി ചികിത്സ അവസാനിപ്പിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കിയത് കേരളത്തെ അപമാനിക്കലാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാരിന് റോൾ ഇല്ല എന്ന് പ്രചരിപ്പിക്കാനാണ് എങ്കിൽ അത് വിജയിക്കില്ല. കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. NHS 66 ആശ്വാസ പദ്ധതിയാണ്. ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ തയ്യാറായി. മറ്റു പദ്ധതികൾക്കായി മാറ്റിവെച്ച പണമാണ് ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ തുടക്കം മുതൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടു. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ദേശീയപാത ഉദ്ഘാടനം മറ്റൊരു പരിപാടിയായിട്ട് നടത്തണമെന്നായിരുന്നു. ഉദ്ഘാടന ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം ഉണ്ടായില്ല. UDF കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതി നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമത്ത് വൈഷ്ണ സുരേഷിനെ പരിഗണിച്ച് കോൺഗ്രസ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനും അരുവിക്കരയിൽ VS ശിവകുമാറും പരിഗണനയിലുണ്ട്. വൈഷ്ണ സുരേഷിന്റെ പേര് നേരത്തെ തന്നെ പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു. NDAയും LDFും തമ്മിലുള്ള അഭിമാന പോരാട്ടമാണ് നേമത്ത് നടക്കുക. രാജീവ് ചന്ദ്രശേഖരനെയും V ശിവൻകുട്ടിയുമായിരിക്കും വൈഷ്ണവ സുരേഷിന് മത്സരിക്കുകയാണെങ്കിൽ നേരിടേണ്ടി വരിക. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് 40 മണ്ഡലങ്ങളിലെയും കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരിക. അതേസമയം ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. MP-മാർ മത്സരിച്ചേക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തിമ തീരുമാനം ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വം ആര് സ്വയം പ്രഖ്യാപിക്കേണ്ട എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സിറ്റിംഗ് MLA-മാർ, സംവരണ സീറ്റുകൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയേക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നിലവിലെ കോൺഗ്രസിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG ക്ഷാമം രൂക്ഷം. 10% അധിക ഉൽപാദനം ഉറപ്പാക്കാൻ 3-അംഗ മേൽനോട്ട സമിതിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. മെനുവിൽ നിയന്ത്രണം നടപ്പിലാക്കണമെന്ന ഭക്ഷണശാലകൾക്ക് നാഷണൽ റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകണം. ഇന്ധനം ലാഭിക്കുന്ന രീതികൾ സ്വീകരിക്കണം. പാചക രീതിയിൽ മാറ്റം വരുത്തണം എന്നിങ്ങനെയാണ് നിർദ്ദേശം. ഗ്യാസിന് പകരമായി ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. ഉപഭോക്താക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തുക. ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതേസമയം ഈ സാഹചര്യം തുടർന്നാൽ ഹോട്ടലുകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തുമെന്നും LPG വിതരണ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി G സനൽകുമാർ വ്യക്തമാക്കി. ഈ നയത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ ഹോട്ടലുകൾ പൂട്ടുന്ന അവസ്ഥയിലെത്തും. 1-2 ദിവസത്തിനുള്ളിൽ അത് സംഭവിക്കും. യുദ്ധം തീരുന്നതുവരെ ഈ പ്രതിസന്ധി തുടരും. അല്ലെങ്കിൽ LPG കൊണ്ടുവരാനുള്ള പകരം സംവിധാനം സർക്കാർ കണ്ടെത്തണം. LPGയും LNGയും നേരിടുന്നത് ഒരേ പ്രതിസന്ധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനേക്കാൾ ഉപരിയായി കപ്പലുകൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്ന കമ്പനികൾ നിർത്തലാക്കിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. LPG വിതരണത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നും സംഘടനയും ആവശ്യപ്പെട്ടു. ഇനി സ്പോർട്സ്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ആദ്യപാദത്തിൽ തുർക്കിഷ് ക്ലബായ ഗലാറ്റസറയ്ക്ക് തോൽവി ഏറ്റുവാങ്ങി ലിവർപൂൾ. എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയമാണ് ഗലാറ്റസറയെ നേടിയത്. 7-ാം മിനിറ്റിൽ മരിയോ ലെമിനെയാണ് ആൽദെയർക്ക് വേണ്ടി ഗോൾ നേടിയത്. ലിവർപൂൾ പരിശീലകൻ ആർണോ സ്ലോട്ടിന്റെ ലിവർപൂളിനൊപ്പം 100-ാം മത്സരം കൂടിയായിരുന്നു ഇത്. ഗ്രൂപ്പ് ഘട്ടത്തിലും ഇതേ ഗലാറ്റസറായോട് ലിവർപൂൾ തോൽവിക്ക് വഴങ്ങിയിരുന്നു. അന്നും എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു തുർക്കി ക്ലബിന്റെ വിജയം. മാർച്ച് 19-ന് ആൻഫീൽഡിൽ വെച്ചാണ് 2-ാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടം നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീഷണി മുഴക്കിയത് ഹോർമുസ് കടലിടുക്ക് മൈനുകൾ കണ്ടെത്തി എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ. കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക. ഇറാൻ സ്ഥാപിക്കാൻ സാധ്യതയുള്ള മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം നടത്താനെത്തിയ ഇറാന്റെ 16 പടക്കപ്പലുകൾ US ആക്രമിച്ച് തകർത്തുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമിച്ചത് കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാനായി എത്തിയ കപ്പലുകളെന്ന് അമേരിക്ക.
രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡർ. ഇറാന്റെ നാവികശേഷിയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ തുടർന്ന് അമേരിക്ക. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധവിഷയത്തിൽ മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ് നൈജൽ ഫരാജ്. ഇറാനിൽ ഭരണകൂട മാറ്റം അനിവാര്യമാണ് എന്നും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക നടപടികൾക്ക് ബ്രിട്ടൻ ശക്തമായ പിന്തുണ നൽകണമെന്നും മുൻ നിലപാടിൽ മാറ്റം വരുത്തിയ റിഫോം UK നേതാവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച ഇറാൻ നയത്തെ ചുറ്റിപ്പറ്റി ബ്രിട്ടനിലെ രാഷ്ട്രീയ രംഗത്ത് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി. ബ്രിട്ടൻ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടരുതെന്ന് പുതിയ നിലപാടുമായി ഫരാജ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നിക്ഷേപത്തിൽ US പുതിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കുന്നത് ടെക്സാസിലെ ബ്രൗൺസ്വില്ലിൽ 50 വർഷത്തിനിടെ ആദ്യമായി US പുതിയ എണ്ണ ശുദ്ധീകരണശാല തുറക്കുന്നതിൽ അഭിമാനമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് നിക്ഷേപം നടത്തുന്നവർക്കും റിലയൻസിനും നന്ദി പറഞ്ഞ ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് US നിക്ഷേപത്തെക്കുറിച്ച് പ്രതികരിക്കാതെ റിലയൻസ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രധാന ഇടപെടലുമായി ഇന്ത്യ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്കായി ഇറാനോട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ. അക്രമം തുടങ്ങിയവർ അവസാനിപ്പിക്കട്ടെ എന്ന ഇറാൻ. സംഘർഷത്തിന് അയവില്ലാതെ പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളും ബംഗ്ലാദേശിൽ കടുത്ത ഇന്ധന പ്രതിസന്ധി സൃഷ്ടിച്ചു. രാജ്യത്തെ എണ്ണ സംഭരണം ഉറപ്പുവരുത്തുവാനും ക്ഷാമം ഒഴിവാക്കാനുമായി ഇന്ത്യയോട് അധികമായി ഡീസൽ നൽകണമെന്ന് ബംഗ്ലാദേശ്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്ക് ഇന്ത്യ 50,000 മെട്രിക് ടൺ ഡീസൽ അധികമായി നൽകണമെന്നും ബംഗ്ലാദേശ്. ആവശ്യങ്ങൾ ഇന്ത്യ അനുഭാവപൂർവ്വം പരിഗണിക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കിയത് കേരളത്തെ അപമാനിക്കലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത യാഥാർത്ഥ്യമാകാൻ കേരള സർക്കാരിന് റോൾ ഇല്ല എന്ന് പ്രചരിപ്പിക്കാനാണ് എങ്കിൽ അത് വിജയിക്കില്ലെന്നും കേരള സർക്കാർ എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും മന്ത്രി. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം ഉണ്ടായില്ല എന്നും UDF കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് LDF സർക്കാർ നടപ്പിലാക്കിയതെന്നും മുഹമ്മദ് റിയാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നേമത്ത് വൈഷ്ണവ് സുരേഷിനെ പരിഗണിച്ച് കോൺഗ്രസ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, അരുവിക്കരയിൽ VS ശിവകുമാറും പരിഗണനയിൽ. നേമത്ത് നടക്കുക NDAയും LDFും തമ്മിലുള്ള അഭിമാന പോരാട്ടം. രാജീവ് ചന്ദ്രശേഖരനെയും V ശിവൻകുട്ടിയുമായിരിക്കും വൈഷ്ണവ് സുരേഷിന് നേരിടേണ്ടി വരിക. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.